വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബിൽ പാസാക്കിയിരിക്കുകയാണ് ലോക്സഭ. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് ബില്ല് പാസാക്കിയത്. പദ്ധതിയിലെ മാറ്റങ്ങൾ ഗ്രാമങ്ങളെ ശക്തമാക്കും. 2005-ൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി പാർലമെന്റ് പാസാക്കുമ്പോൾ ഗാന്ധിജിയുടെ പേരുണ്ടായിരുന്നില്ല എന്നും ബില്ലിന്മേലുള്ള ചർച്ചയിൽ മറുപടിയായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു. मेरे विचार में निर्णय हवालों के पटवा प्रस्ताव स्वीकृत हुआ, विधेयक पारित हुआ. വിശദമായ ചർച്ചയ്ക്കൊടുവിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന VBG റാംജി ബിൽ ലോക്സഭ പാസാക്കിയത്. പ്രതിപക്ഷ ബഹളത്തിനിടയിലായിരുന്നു ബില്ല് പാസാക്കിയത്. ബില്ലിന്റെ പകർപ്പ് കീറിയെറിഞ്ഞുകൊണ്ട് ബഹളം വെച്ച പ്രതിപക്ഷത്തെ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രൂക്ഷമായി വിമർശിച്ചു. നിങ്ങളുടെ പ്രതിഷേധത്തിന് വഴങ്ങാനും വികസനയാത്ര തടയാനും സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിലെ സമഗ്രമാറ്റങ്ങൾ ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ഗാന്ധിജിയുടെ ആശയങ്ങളുടെ ലക്ഷ്യവും അതുതന്നെയാണെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में एक वैभवशाली भारत, एक गौरवशाली भारत, एक संपन्न भारत, एक समृद्ध भारत, एक शक्तिशाली भारत का निर्माण हो रहा है. और विकसित भारत के लिए विकसित गांव, ये हमारी इस योजना का उद्देश्य है. ഗ്രാമങ്ങളുടെ വികസനവും രാഷ്ട്രത്തിന്റെ നിർമ്മാണവും തന്നെയാണ് RSSന്റെ പ്രവർത്തന ലക്ഷ്യമെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ വർധനവുൾപ്പെടെ സമഗ്ര മാറ്റമാണ് കേന്ദ്രം തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവന്നത്. 100 ദിവസത്തെ തൊഴിൽ എന്നത് 125 ദിവസമായി ഉയർത്തി. വേതനം 7 ദിവസം അല്ലെങ്കിൽ പരമാവധി 15 ദിവസത്തിനകം നൽകും. ഈ കാലപരിധിക്കുള്ളിൽ നൽകാനായില്ലെങ്കിൽ പ്രത്യേകം തൊഴിലില്ലായ്മ വേതനം നൽകും. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% വേതനം കേന്ദ്രം നൽകും. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% കേന്ദ്രവും 10% സംസ്ഥാനവും വഹിക്കണമെന്നാണ് വ്യവസ്ഥ. ഗ്രാമീണ അടിസ്ഥാന സൗകര്യം, ഉപജീവന അടിസ്ഥാന സൗകര്യം, ജലസുരക്ഷ, ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചായിരിക്കും പദ്ധതി പ്രകാരം ജോലി നിശ്ചയിക്കുക. സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക്, ജിയോ ടാഗിംഗ് സംവിധാനങ്ങളും ഏർപ്പെടുത്തും. വിവിധ തലങ്ങളിൽ പരാതി പരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. ജനം, ഡൽഹി.